ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ലേസി സ്ലീപ്പി മോർണിംഗ്. നോർമലി എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, സമയം ഉണ്ടാവണം അത് ഓരോന്നും എടുക്കാൻ. ബിക്കോസ് ഡേ ഇൻ മൈ ലൈഫ് ഡസൻ എൻഡ്സ് എറ്റ് ഓൾ, സീരിയസ്ലി. രാത്രി ഉറങ്ങിയാൽ പോലും എന്തെങ്കിലുമൊക്കെ അറ്റം തൊട്ട് പണികൾ അപ്പോഴും ബാക്കി ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മോർണിംഗ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. രാവിലെ എണീറ്റ് കഴിഞ്ഞതിൻ്റെ ഫസ്റ്റ് തിങ് ഈസ് ഗോ ആൻഡ് ചെക്ക് മൈ ഗാർഡൻ. പുറത്ത് പോവുക, ചെടികളെ നോക്കുക, അവർ ഓക്കെയാണോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഈ സ്നെയിലിൻ്റെയും, ഞങ്ങളുടെ നാട്ടിൽ ചേരട്ടാന്ന് പറയും, ചേരട്ടയും ഇതിൻ്റെയൊക്കെ ഭയങ്കര ശല്യമാണ്. അതുമല്ല രാത്രിയൊക്കെ മറ്റേ ചെലന്തി വലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്കി ഇത് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹെയറിനെ ഒന്ന് രാത്രി അങ്ങനെ കിടന്നുകൊണ്ട് ഹെയറൊക്കെ ഒന്ന് ഡീടാങ്കിൾ ചെയ്ത് കൈ കൊണ്ട് ഡീടാങ്കിൾ ചെയ്ത് കെട്ടി അങ്ങ് പല്ല് തേക്കുക. പല്ല് തേക്കൽ സീരിയസ്ലി ഞാൻ സത്യമായിട്ട് പറയുന്നത് ഞാൻ ചില ദിവസം മറന്നു പോകും. ബിക്കോസ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് അങ്ങനെയും ഞാനങ്ങ് എന്താ പറയുക, കിച്ചണിലോട്ട് പോവും, എൻ്റെ പണികളെല്ലാം ചെയ്യും. പിന്നെ പണികളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഓർക്ക് ഞാൻ പല്ല് തേച്ചില്ലല്ലോ. എല്ലാവരുടെ അടുത്തും പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുകൊണ്ട് ഞാൻ കുറച്ച് പല്ലൊക്കെ തേച്ച് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചു. പല്ല് തേച്ചു, മുഖം കഴുകി, നല്ല സുന്ദരി കുട്ടിയായി ഒക്കെ ആയിട്ടാണ് ഇന്ന് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നോർമലി രാവിലെ കുളിച്ചിട്ടേ ഞാൻ കുളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് എൻ്റെ തല നനയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ടേ ഞാൻ അടുക്കളയിലേക്ക് കയറുകയുള്ളൂ. പക്ഷേ രാവിലെ ഭയങ്കര തണുപ്പ്. നോർമലി ഇവിടുത്തെ ടാങ്കിൻ്റെ വെള്ളം ഭയങ്കര തണുപ്പാണ്. പിന്നെ മഴയും കൂടി ആകുമ്പോൾ പറയണ്ട, നല്ല മഴ. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ വെള്ളം വാരാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ വെക്കും. അപ്പോൾ അതെല്ലാം ഒതുക്കി അതിൻ്റെ ഷെൽഫിലോട്ട് വെച്ച് രാവിലത്തെ റുട്ടീനിലോട്ട് കിടക്കാൻ ആദ്യം കുട്ടിക്കുള്ള കുറുക്ക് രാവിലത്തെ ഉണ്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ അത് പോവും. ഞാൻ നോർമലി ഒരു 6 അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 6:30 ആകുമ്പോൾ എണീക്കും. എഴുന്നേറ്റ് ഞാൻ എൻ്റെ ജോലികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് അവൻ എണീക്കുമ്പോഴേക്കും ഒരു 10-10:30 ആവും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഏകദേശം എൻ്റെ എല്ലാം പണികളും ഒതുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ലഞ്ചിനും സൈമിൾട്ടേനിയസ്ലി ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിലായിരിക്കും അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ നടക്കുക. പിന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തുണിയും കൂടി കഴുകും. അപ്പോൾ അതെല്ലാം നോർമലി എൻ്റെ മോർണിംഗ്സ് തന്നെ പെട്ടെന്ന് തീർക്കും ഞാൻ. എന്നാലേ എനിക്ക് എൻ്റെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് സമയം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവനാണെങ്കിൽ ഇപ്പോൾ വന്ന് ഭയങ്കര ക്രാങ്കി ആവണമെന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അവന് ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ അവന് ആരെങ്കിലും കൂടെ വന്ന് നിന്ന് കളിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണമല്ലോ. പുള്ളിക്കാരൻ രാവിലെ കയറിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും ഇറങ്ങാൻ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കി കഴിഞ്ഞാൽ അവനൊരു ബോറടി ഉണ്ടാവില്ലല്ലോ, അവൻ്റെ കൂടെ കളിക്കാമല്ലോ. അങ്ങനെ അവൻ്റെ കുറുക്കിൻ്റെയൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ജോലി ഏകദേശം എല്ലാ ദിവസവും ഇതേമാതിരിയാണ് നടക്കുന്നതെന്നല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ലേറ്റ് ആവാറുമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ദിവസവും ഞാൻ ലേറ്റായിട്ട് എണീറ്റ 7 മണി എങ്ങാനും കഴിഞ്ഞോ ഒന്നുമില്ല എണീറ്റപ്പോഴേക്കും. പക്ഷേ എത്രയായാലും രാത്രി ഉറങ്ങുന്നതൊക്കെ 2 മണി 3 മണിയാകുമ്പോഴേക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി ഞാനൊന്ന് ഉറങ്ങുമ്പോഴേക്കും അത്രയും സമയമാവുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ശരീരം നോക്കണം എന്നുണ്ട്, പക്ഷേ നോക്കാനും പറ്റാറില്ല. അങ്ങനെ ഏകദേശം എൻ്റെ രാവിലത്തെ പണി തീർന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി. ഇനി ഞാനിതാ അടിച്ചു വാരി തുടയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അമ്മമാരും വീടുകളിൽ കഷ്ടപ്പെടുന്നത്. നമ്മളത് ഓർത്താൽ നന്നായിരിക്കും. അപ്പോൾ ശരി, ബായ്.